ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു സൂപ്പർ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്നാക്സിന് ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം കൊണ്ടും കുറച്ച് സാധനങ്ങൾ കൊണ്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഒരു കപ്പ് റവ എടുക്കാനുണ്ടാവില്ലേ? എന്നാൽ പിന്നെ വന്നു നമുക്കിത് വേഗം തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അടുത്തതായി വേണ്ടത് ഒരു അര കപ്പ് മൈദാമാവാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പ് മാവ് എടുക്കാവുന്നതാണ്. എന്നിട്ടിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് അതിനെ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം റവ അരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇത്രയൊരു കട്ടിക്കാണ് ഞാനതിനെ അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം കൂടിപ്പോവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിക്ക് വരാനും പാടില്ല. ഈ ഒരു ലെവലിൽ നമ്മൾ എടുക്കണം. എന്നിട്ടിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റവയപ്പം ഉണ്ടാക്കേണ്ട മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ മാവ് റവയപ്പത്തിന് വേണ്ടിയിട്ട് നല്ല സെറ്റായിട്ട് വരും. ഇത് കണ്ടില്ലേ, 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റവയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ടതില്ല. കണ്ടില്ലേ, ഈ ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഈ വറുത്തെടുത്ത തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റവയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എണ്ണയിലേക്ക് ഒഴിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ റവയപ്പം ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ പ്രായം ചെന്നവർ വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ മതി. എണ്ണപ്പലഹാരമല്ലേ, അപ്പോൾ എണ്ണപ്പലഹാരം പ്രായം ചെല്ലുന്തോറും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്നിട്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരല്പനേരം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല ബ്രൗൺ കളർ ആക്കേണ്ടതില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അത് ഏകദേശം 2 വശവും നന്നായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് റവയപ്പം എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. അങ്ങനെ എല്ലാ മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയം കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇതാ നോക്കിക്കേ, ഇത് കാണുമ്പം തന്നെ അറിയാം എന്ത് സോഫ്റ്റ് ആണെന്ന്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ.